Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് മദേഴ്സ് ഡേ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയും മദർ-ഇൻ-ലോനെയും വിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ അമ്മമാരെയും അമ്മൂമ്മമാരെയും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്ന അമ്മമാരായിട്ടുള്ള ചേച്ചിമാരെയും അനിയത്തിമാരെയും ഒക്കെ വിഷ് ചെയ്യാണ് എ വെരി ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ ഈ മദേഴ്സ് ഡേ പ്രമാണിച്ചിട്ട് ഞാനിന്ന് നിങ്ങളുടെ കൂടെ എൻ്റെ അമ്മമ്മയുടെ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നൂൽപുട്ട് കൊണ്ടുള്ള ഒരു പുലാവ്. അമ്മമ്മ മരിച്ചുപോയി. ഇപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് അമ്മമ്മയ്ക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ സ്റ്റീം ചെയ്തെടുക്കാം. ഓരോ കപ്പ് വീതം ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്യാം. എന്നിട്ട് വേറൊരു വിസ്താരമുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി ഓരോ ടേബിൾ സ്പൂൺ വീതവും പിന്നെ ഒരു 4 പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചതാണ്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇതിനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് കരിഞ്ഞു പോകും മറ്റത്. അപ്പോൾ നമ്മൾ ഉള്ളിയും അങ്ങനെയുള്ള സാധനമൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ, കാരണം ഇത് പെട്ടെന്ന് കരിയും. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ 2 ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. കപ്പിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2 കപ്പ് ഉള്ളി എന്നുള്ളൊരു കണക്കിൽ എടുത്താൽ മതി. അപ്പോൾ ഉള്ളി ചേർത്തതിന് ശേഷം നമുക്ക് അതിൽ എപ്പോഴും ചെയ്യണ പോലെ തന്നെ കുറച്ചൊരു തരി ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് അതൊന്ന് വാടണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഒരു 4-5 മിനിറ്റായി നമ്മുടെ ഉള്ളി വഴന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കറി മസാലപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അമ്മമ്മ അതാണ് കേട്ടോ ചെയ്യാറ്, അപ്പം അങ്ങനെ അതേ ശീലത്തിലാണ് ഞാൻ ചെയ്യുന്നത്. 2 ടീസ്പൂൺ കറി മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിട്ടിട്ട് നമുക്കതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടി ഇടുന്നതിൻ്റെ ഇടയിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. അത് നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി വേണം. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കോളിഫ്ലവർ 1 കപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ കോളിഫ്ലവർ ഞാൻ ഇതിൻ്റെ മുന്നേ ആഡ് ചെയ്യാഞ്ഞത് മറ്റേ പച്ചക്കറി സ്റ്റീം ചെയ്യുന്നതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് പച്ചക്കറിയുടെ കൂടെ തന്നെ സ്റ്റീം ചെയ്താൽ ഇതിനധികം വേവില്ലാത്ത കാരണം ഇതാകെ എന്താ പറയുക അധികം വെന്ത് പേസ്റ്റ് പോലെ ആയിപ്പോകും. അപ്പോൾ അത് കാരണമാണ് ഇതിനൊന്ന് വാടേണ്ട കാര്യമുള്ളൂ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞും കൂടി ആഡ് ചെയ്യാം. ഒരു കപ്പ് ഉണ്ട് അത് ഏകദേശം, അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോളിഫ്ലവറിന് കുറച്ച് വെള്ളപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുക്കാവാനും അത് സഹായിക്കും. നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ലല്ലോ. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കറി മസാലയ്ക്ക് ഭയങ്കര എരിവുണ്ടെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. 4 പച്ചമുളക് നമ്മളിതിൽ അരച്ച് ചേർത്തിട്ടുണ്ട്, അത് മറക്കരുത്. ഞാൻ ഈ സ്പൂണ് ഇതിൻ്റെ സൈഡിൽ തട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര വിരോധമാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇടയ്ക്ക് ഓർമ്മയുള്ളപ്പോൾ തട്ടാതെ നോക്കും, മറ്റേത് അത് ശീലിച്ച് പോയി. എന്തായാലും നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ആ കോളിഫ്ലവറും തക്കാളിയൊക്കെ ഒന്ന് ഉടയണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പച്ചക്കറി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണ പോലെ ചെയ്യണം. ആകെ ഇട്ട് ഇങ്ങനെ പെട്ടെന്ന് കുഴച്ചെടുക്കരുത്, അതൊക്കെ കൂടെ മാഷ്ഡായിപ്പോവും. ഞാൻ സ്റ്റീം ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മുടെ പച്ചക്കറിയുടെ കളേഴ്സൊന്നും ഇപ്പോൾ പച്ചയും ചുവപ്പൊക്കെ ഓറഞ്ചൊക്കെ ആയിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാവും. മറ്റത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ചിലപ്പം അത് എന്താ പറയുക ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോവും. അമ്മമ്മ അങ്ങനെ ചെയ്യണ കണ്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിലിട്ടിട്ട് അങ്ങനെ വേവിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്ട്രിക്റ്റ് നിയമങ്ങളൊന്നുമില്ല. അപ്പം ഇതങ്ങനെ മസാലയൊക്കെ പച്ചക്കറിയുടെ മേലെ നന്നായി കോട്ട് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിന ഇല ഇടുകയാണ്. പുതിന ഇല ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പം
ഇത് ഇടണ്ടാന്ന് വെക്കരുത്, കാരണം നല്ലൊരു ഫ്ലേവറാണ് അതിന്. അതിനൊപ്പം കുറച്ച് മല്ലിയില ഇട്ടു. അതും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച നൂൽപുട്ട് ഇതിലേക്ക് ചേർക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യാം. മസാലയൊക്കെ ഇപ്പം നന്നായി കോട്ട് ചെയ്തു. അപ്പോൾ ഇനി അത് ഓണാക്കി വെക്കേണ്ട കാര്യമില്ല. അപ്പം നൂൽപുട്ട് നിങ്ങൾ സ്വതവേയുള്ള പോലെ പിഴിഞ്ഞെടുത്തതോ അങ്ങനെ ഉണ്ടാക്കുന്നതോ, പിന്നെ അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ട് അങ്ങനെ വാർത്തെടുക്കില്ലേ, അങ്ങനെ ചെയ്യണതോ ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സിന് എന്താന്ന് വെച്ചാൽ ഇടാം. ഇനിയിപ്പോൾ വാർത്ത് വെച്ചതാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കി ഊറ്റിക്കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് പിന്നെ ഒരു പ്ലേറ്റിലോ ട്രേയിലോ എന്തില്ലെങ്കിലും അതിനെ നിരത്തിയിടണം കേട്ടോ. കാരണം നമ്മൾ ഊറ്റിയ അതേ ഒരു ഇതിൽ തന്നെ ആ വലയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം എക്സ്ട്രാ കുക്കാവും. അങ്ങനെയുള്ളപ്പോഴാണ് അത് പിന്നെ ആകെ മാഷ്ഡായി പോണത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ടാണ് നൂൽപുട്ട് ചേർക്കണത്. ആകെ 6 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയിട്ട് ഇപ്പോൾ ഒരു 4 കപ്പ് ഇട്ടു. ഇനിയിപ്പോൾ അതൊന്ന് മിക്സായി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കി, ടേസ്റ്റൊക്കെ നോക്കി അങ്ങനെ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ കൂടെ ഒരുമിച്ചിട്ടാൽ നമുക്കത് ശരിക്കും വൃത്തിയിൽ മിക്സ് ചെയ്യാനും പറ്റില്ല. പിന്നെ ചിലപ്പോൾ എരിവ് കൂടി കുറഞ്ഞു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലത്തെ ഉപ്പൊന്ന് കുറച്ച് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ഇട്ട ഉള്ളിയിൽ കുറച്ചിട്ട് ഉപ്പും പിന്നെ നൂൽപുട്ടിൽ ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ ഈ മിക്സിങ് സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ഇട്ടാൽ മതി. ഞാൻ ഏതായാലും കുറച്ചും കൂടി നൂൽപുട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5 കപ്പ് ആയി. 1 കപ്പ് എക്സ്ട്രാ അവിടെ ഞാൻ എപ്പോഴും കുറച്ച് നൂൽപുട്ട് മാറ്റി സൈഡിൽ വെക്കും. കാരണം ചിലപ്പോൾ നമ്മുടെ അത്ര സ്പൈസി ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പം അവർക്ക് അതൊന്ന് എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പം ഈ മാഗി ഒന്നും അത്ര കോമൺ ആയിരുന്നില്ല. ഓരോ ചൈനീസ് നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഓരോ ബ്രാൻഡുകളൊക്കെ ഓരോന്ന് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ ഇതുണ്ടാക്കി തരുമ്പം ഞങ്ങൾ അതിനെ ഒരു നൂഡിൽസ് എന്ന് സങ്കല്പിച്ചിട്ടൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും നമ്മുടെ പുലാവ് റെഡിയായി. ഞാനതൊരു ബൗളിലേക്ക് മാറ്റി. എക്സ്ട്രാ നൂൽപുട്ട് അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ നൂൽപുട്ട് എന്ന് പറയുമ്പം ഇത് ഒരുപാട് സ്ഥലത്ത് ഇടിയപ്പം എന്നാണല്ലോ പറയുക, പക്ഷേ ഞങ്ങളുടെ അവിടെ കോമൺ ആയിട്ട് നൂൽപുട്ട് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ശീലം കൊണ്ടാണ് അത് തന്നെ പറയണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി മദേഴ്സ് ഡേ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.